വെളിപ്പെടാൻ തുടങ്ങും. സ്നേഹത്തിന്റെ കൃപ കിട്ടും. അതുകൊണ്ടാണ് റോമാലേഖനം 5-ാം അധ്യായം 5-ാം വചനം. ചില വചനങ്ങൾ പറയാം, ഒന്ന് കുറിച്ചെടുക്കണം, അതോടൊപ്പം വായിച്ചുകൊള്ളണം കേട്ടോ. റോമാലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം നമുക്ക് വളരെ പരിചിതമാണ്. വചനം വായിക്കാം. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. കണ്ടോ, എന്താ വചനം പറയുന്ന? പരിശുദ്ധാത്മാവ് നിനക്ക് സ്നേഹം നൽകും. നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാനുള്ള സ്നേഹം എവിടുന്ന് കിട്ടും? ഒറ്റ കടയിലും വാങ്ങാൻ കിട്ടില്ല. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യയെ സ്നേഹിക്കാനുള്ള സ്നേഹം എവിടെ കിട്ടും? പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ ഈ സ്നേഹം നിനക്ക് കിട്ടും. ഹല്ലേലൂയ. ഇവിടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന മക്കളെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾക്ക് സ്നേഹിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനോടുള്ള ഒരു ബന്ധമുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് സ്നേഹം നൽകും. മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുമ്പോൾ പൗലോസ്ലീഹ എഴുതിയിരിക്കുന്നു. ഗലേഷ്യൻസ്, ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 22. ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം 22-ാം തിരുവചനം വായിച്ചേ. 22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹം. കണ്ടോ, നമ്പർ 1 ഏതാ? സ്നേഹമാണ്. സ്നേഹം നിറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പരസ്പരം അംഗീകരിക്കാൻ. ഈ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം കിട്ടിയാൽ പ്രശ്നം തീരുമെന്ന്. നമ്മുടെ ഇന്നത്തെ ആരോടെങ്കിലും വെറുപ്പ് വിരോധം ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, അതെന്താ പ്രശ്നം? പരിശുദ്ധാത്മാവിന്റെ സ്നേഹം ഇല്ല. പരിശുദ്ധാത്മാവിന്റെ സ്നേഹമുണ്ടോ, നമുക്ക് സാഹചര്യങ്ങളെ, അന്തരീക്ഷത്തെ മനസ്സിലാക്കാൻ പറ്റും, അംഗീകരിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നിറയട്ടെ. പറഞ്ഞുകൊടുത്തേ, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 4-ാം അധ്യായം 7-ാം തിരുവചനം, 1 John chapter 4 verse 7. 1 യോഹന്നാൻ 4-ാം അധ്യായം 7-ാം തിരുവചനം നമുക്കറിയാവുന്ന ഒരു വചനമാണ്. വായിക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്. അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വേണ്ടത് ഈ സ്നേഹമാണ്. ഈ സ്നേഹം എവിടെ കിട്ടും? പരിശുദ്ധാത്മാവിനെ നിനക്ക് ഓഫർ ചെയ്യണം. ഈ കാലഘട്ടം നിന്നോട് പറയാണ്, നീ പ്രാർത്ഥിച്ചാൽ ഈ സ്നേഹം കിട്ടും. നിന്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ നിനക്ക് കിട്ടും. നിന്റെ ഭാര്യയെ സ്നേഹിക്കാൻ നിനക്ക് കിട്ടും. പരിശുദ്ധാത്മാവിനെ നിനക്ക് സമ്മാനിക്കും. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-3 തിരുവചനം വായിച്ചാലോ? സെന്റ് പോൾസ് ലെറ്റർ ടു എഫേഷ്യൻസ് ചാപ്റ്റർ 4 4-ാം അധ്യായം അതിന്റെ 2-3 തിരുവചനം. പൂർണ്ണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർത്തിക്കണം. കണ്ടോ, നിങ്ങൾ അന്യോന്യം സ്നേഹപൂർവം. എങ്ങനെ പറഞ്ഞേ? സ്നേഹപൂർവം. ഒച്ചത്തി പറഞ്ഞേ. നമ്മുടെ വീട്ടിൽ എന്താ വേണ്ടത്? ഈ സ്നേഹം. ഭാര്യ ഭർത്താക്കന്മാർക്ക് എന്താ വേണ്ടത്? ഈ സ്നേഹം. കേട്ടോ, സ്നേഹമില്ലെങ്കിൽ നമ്മൾ വെറും യന്ത്ര മനുഷ്യന്മാരെ പോലെ വീട്ടിൽ ജീവിക്കും. ചിലരെ കണ്ടിട്ടില്ലേ? വീട് വെറും ലോഡ്ജാണ്. തുണി അലക്കാനും തുടയ്ക്കാനും വേണ്ടി മാത്രം, രാത്രി വന്ന് കിടന്നുറങ്ങാൻ വേണ്ടി മാത്രം. കുടുംബമായിട്ട് നിലകൊള്ളണമെങ്കിൽ പരസ്പരം ഈ സ്നേഹം വേണം. സ്നേഹം അത് നമ്മൾ ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമല്ല, മറിച്ച് കുടുംബത്തിൽ അനുഭവിക്കേണ്ട കാര്യമാണ്. മറ്റുള്ളവരെ കുറിച്ചൊക്കെ ഒരു ശ്രദ്ധ, ഇത് വേണമെങ്കിൽ ഈ സ്നേഹം കിട്ടണം. ശ്രദ്ധിപ്പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എസെക്കിയേൽ പ്രവചനം നമുക്കൊരു വാഗ്ദാനം നൽകുകയാണ്. എസെക്കിയേലിന്റെ പ്രവചനം 36-ാം അധ്യായം അതിന്റെ 26-27. ബുക്ക് ഓഫ് എസെക്കിയേൽ ചാപ്റ്റർ 36 36-ാം അധ്യായം അതിന്റെ 26-27.
ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു. ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും. ഹല്ലേലൂയ. അടുത്ത വചനം കൂടെ വായിച്ച് 27. എന്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവാണ് സ്നേഹം നൽകുന്നത്. ഈ പരിശുദ്ധാത്മാവിനോടൊരു ബന്ധമുണ്ടാവുക എങ്കിൽ നമ്മുടെ വീട്ടിൽ വീഞ്ഞ് വീണ്ടും പച്ചവെള്ളമായി പോയിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പിടിക്കണം. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, എനിക്കും നിനക്കും ദൈവം ഒരു നിയോഗം തന്നിരിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ സ്നേഹം തിരിച്ചു പിടിക്കാനുള്ള വലിയൊരു നിയോഗം. ഹല്ലേലൂയ. ഒരു പക്ഷെ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലര് പറയും, അച്ഛാ ഞാനല്ല കാരണം, അവനാണ് കാരണം, അവളാണ് കാരണം, അതുകൊണ്ടാണ് ഞങ്ങളുടെ വീട് ഇങ്ങനെ ആയിപ്പോയത്. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുവാണേ. എന്നാൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നിയോഗം കിട്ടിയ വ്യക്തി എന്താ ചെയ്യേണ്ടതെന്നറിയോ? അവനെയും അവളെയും കുറ്റപ്പെടുത്താനല്ല, മറിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ, 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 ഒരു പുതിയ ഹൃദയം, ശിലാഹൃദയം എടുത്തു മാറ്റണം എന്ന് പറഞ്ഞ കല്ല് പിടിച്ച ഹൃദയം എടുത്തു മാറ്റി സ്നേഹം ഞങ്ങളിൽ വേണം. ശ്രദ്ധിപ്പറ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 8-ാം തിരുവചനം ഒന്ന് വായിച്ച്. സെന്റ് പോൾസ് ലെറ്റർ ടു കൊളോസിയൻസ്, കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 8-ാം തിരുവചനം. ഒരു കുഞ്ഞു കാര്യം പൗലോസ് ശ്ലീഹ പറയും. ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹത്തെ കുറിച്ച് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിലുള്ള നിങ്ങളുടെ സ്നേഹം ഭൗതിക സ്നേഹം അല്ല കേട്ടോ. നമ്മളിപ്പോ ഒരാളെ കാണുമ്പോഴത്തേക്ക് അയാളുടെ ശരീരത്തിന്റെ എന്തെങ്കിലും പ്രത്യേകതകളെ വെച്ച് നമുക്ക് അവരോടൊരു അട്രാക്ഷൻ തോന്നും. അതല്ല പ്യുവർ സ്നേഹം. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞൊരു ഭാര്യയും ഭർത്താവ് സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. എന്നാൽ ഇപ്പോൾ അവർക്ക് അകൽച്ച. ആദ്യത്തെ സ്നേഹം അവർക്ക് ചില കാര്യങ്ങളോടായിരുന്നു. ആ സ്നേഹമൊക്കെ കുറഞ്ഞു. ആത്മാവിലുള്ള സ്നേഹമാണെങ്കിൽ നിലനിൽക്കും. ആത്മാവിലുള്ള സ്നേഹം, പരിശുദ്ധാത്മാവ് നമുക്ക് സ്നേഹം നൽകും. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം